ശ്രീ ഗുരുഭ്യോ നമ. രുക്മിണി ദേവി ദ്വാരകയിൽ എത്തിയ ശേഷം എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് രാധ. ദേവി ഭഗവാനോട് ചോദിച്ചു, രാധയെക്കുറിച്ച് എനിക്ക് കുറെ കൂടുതൽ പറഞ്ഞു തരുമോ? ഭഗവാൻ ഉത്സാഹത്തോടെ വൃന്ദാവനത്തിലെ കഥകളും രാധാവിശേഷങ്ങളും വിവരിച്ചു. രുക്മിണി ദേവി ആനന്ദത്തോടെ അതെല്ലാം കേട്ടിരുന്നു. ഒടുവിൽ ദേവി പറഞ്ഞു, കൃഷ്ണ, അവിടുന്ന് നന്നായി ചിത്രം വരയ്ക്കുമല്ലോ, രാധയുടെ ഒരു ചിത്രം വരച്ചെന്നെ കാണിക്കൂ. ഭഗവാൻ അത്യുത്സാഹത്തോടെ രാധാദേവിയുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ചിത്രം പൂർത്തിയായി കണ്ടപ്പോൾ രുക്മിണി ദേവിയുടെ മുഖം മങ്ങിപ്പോയി. കാരണം കൃഷ്ണൻ വരച്ചത് കൃഷ്ണന്റെ തന്നെ ചിത്രമായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഭഗവാൻ വീണ്ടും വരയ്ക്കാൻ ആരംഭിച്ചു. പക്ഷെ അപ്പോഴും വരച്ചത് സ്വന്തം ചിത്രം തന്നെ. പലവട്ടം ഇങ്ങനെ ആയപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ ദേവി, രാധയുടെ ചിത്രം ഇങ്ങനെ വരയ്ക്കാനേ എനിക്ക് കഴിയൂ. രാധ എന്നിൽ ലയിച്ചിരിക്കുകയാണ്. രാധയ്ക്ക് സ്വന്തമായി ഒരു അസ്തിത്വം ഇല്ല. ഇക്കഥ പറഞ്ഞിട്ട് അമ്മ അരുളി, മക്കളെ, ഇതാണ് ഉത്തമ ഭക്തി, ഇഷ്ടദേവനുമായിട്ടുള്ള സമ്പൂർണ്ണ ലയനം. അഹങ്കാരം പൂർണ്ണമായി ശമിക്കുമ്പോഴേ അത് സാധ്യമാകൂ. നമഃശിവായ. അമ്മയുടെ തൃച്ചേവടികളിൽ നമ്മുടെ അഹന്തയെ സമർപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുള്ള ശക്തിക്കായി അമ്മയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.